وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. عباد الله أوصيكم وإياي بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവൻ വിരോധിച്ച വിഷയങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ, കരുതിക്കൂട്ടി ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുകയും ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി മാത്രം ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആദ്യമായി ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് ആർക്കെങ്കിലും കളിക്കാനുള്ള ഒരു പാത്രമാക്കരുത്. നമ്മൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ കളിക്കാൻ നമുക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ കൊണ്ട് അത് ചെയ്യാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. നല്ല പ്രധാനപ്പെട്ട പരിപാടികളൊക്കെയാണ് ലൈവ് നമ്മൾ കൊടുക്കുക. നല്ല പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ സാഹിത്യ സമാജം ഉണ്ടല്ലോ. ഇപ്പൊ പള്ളി തീർച്ചകളിലും അറബി കോളേജിലൊക്കെ സാഹിത്യ സമാജം ഉണ്ടാവും. കുട്ടികൾക്ക് പ്രസംഗ പരിശീലന ക്ലാസ്സുകളും മറ്റൊക്കെ. അതൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ലൈവായി കൊടുക്കുക. അതിനൊന്നും നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, നല്ല പ്രഗത്ഭരായ ആളുകളുടെ നല്ല പ്രസംഗം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ്. അതേസമയത്ത് കുട്ടികൾ പ്രസംഗിച്ച് പഠിക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ലോകത്ത് മുഴുവൻ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു വലിയ സംവിധാനമല്ലേ, ഈ ബൈലക് സംവിധാനം വലിയ സംവിധാനമല്ലേ. നമ്മുടെ റൂമിൽ തന്നെ ഇപ്പൊ ന്യൂസിലൻഡിൽ നിന്ന്, അതുപോലെ തന്നെ ആസ്ട്രേലിയയിൽ നിന്ന്, ഫിജിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, പിന്നെ നമ്മുടെ മറ്റേ ഇയാളെവിടെയാണ്, ചങ്ങമ്പള്ളി, മറ്റേ എവിടെയാണ്, പിന്നെ പോളണ്ടിൽ നിന്ന് അല്ലേ, പോളണ്ട്, അതുപോലെ തന്നെ ഇനി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യന്റെ വിവിധ ഭാഗങ്ങൾ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഇതിലിരിക്കുന്നത്. അപ്പൊ ഈ ആളുകളൊക്കെ ഇപ്പൊ ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ സാഹിത്യ സമാജം അല്ലെ, ഒരു സാഹിത്യ സമാജം ഉണ്ടാകുമ്പോ ഇല്ല, ഞങ്ങൾക്ക് കളിക്കാൻ നിൽക്കരുത്. ഇവിടെ നിങ്ങളെ കളി ഉണ്ടല്ലോ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കൂല എന്ന് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളെ സ്ഥാപനത്തിലെ സാഹിത്യ സമാജം കുട്ടികളെ പ്രസംഗ പരിശീലനവും മറ്റൊക്കെ ഇതിൽ കൂടെ എങ്ങനെ ലോകത്ത് മുഴുവൻ കേൾപ്പിക്കാറാല് അത് നടക്കുന്ന കാര്യമില്ല. അപ്പോ അത്യാവശ്യമൊക്കെ പറഞ്ഞേക്കണം ആ കുട്ടിനോട്. അപ്പൊ ഇനി ഓല റിപ്പോർട്ട് വായന കഴിഞ്ഞ യോഗത്തിൽ ഇന്നാള് അധ്യക്ഷത വഹിച്ച് മറ്റേ കുട്ടി സ്വാഗതം പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും കേൾപ്പിക്കണമെന്നാണല്ലേ. അതല്ല, ഈ ചർച്ചകൾ നടക്കണം നല്ല ഫലപ്രദമായ ചർച്ചകൾ നടക്കണം. പിന്നെ ഈ നമ്മുടെ ഫാമിലി കുടുംബങ്ങളിലൊക്കെ ഉള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് ഇപ്പോ ഈ ഭർത്താക്കന്മാരൊക്കെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഫാമിലി അടക്കം താമസിക്കുന്ന ആളുകളൊക്കെ പിന്നെ അവര് ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ പണിയൊന്നുമില്ല അല്ലെ. അവരിപ്പോ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ച് ഇരിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല വഴലുകളൊക്കെ വെച്ചോർക്കണം നമ്മൾ. ഇപ്പൊ എം ടി ദാരിമിന്റെ ക്ലാസ് ഒരു പ്രസംഗം വെച്ചിരുന്നു. നല്ല ക്ലിയറും ഉണ്ട് അല്ലേ, നല്ല ക്ലിയറും ഉണ്ട്. അത് നല്ല പഠനാർഹവുമാണ്. അതുപോലെ തന്നെ കുറെ ആളുകളുണ്ട്, നമ്മുടെ സലാഹുദ്ദീൻ ഫൈസി, പിന്നെ വല്ലപ്പുഴ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ ആ മസല എങ്ങനെ പറഞ്ഞു ഇബ്രാഹിം മുസ്ലിയർ അല്ലേ, അങ്ങനെയുള്ള പല ആളുകളുടെയും വയലുകളൊക്കെ ഉണ്ടാവും. ആ വയലൊക്കെ വെച്ചാൽ പല സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മസലകളൊക്കെ പഠിക്കാം. അപ്പോ അതല്ലെങ്കിൽ ലൈവായിട്ടുള്ള ക്ലാസ്സുകളും ചർച്ചകളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ നല്ല ഫലപ്രദമായ രീതിയിലുള്ള പഠനാർഹമായ വയലുകളൊക്കെ അടങ്ങുന്ന സീഡികളൊക്കെ പ്ലേ ചെയ്യുക. അതായിരിക്കും നന്നാവുക. വെറുതെ ഇങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, സിഗരറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ദുആ വസിയത്തോടു കൂടെ.
അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊരു ഹറാമാണ്. സിഗരറ്റ് വലി, കള്ളുകുടി പോലെ അല്ലെങ്കിൽ കഞ്ചാവ് വലിയെ പോലെ ഒക്കെ ഹറാമായ ഒരു വിഷയമൊന്നല്ല. അത് ഹറാമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒന്നാമത് പിന്നെ പൈസ വെറുതെ കളയുകയാണ് എന്നൊരു ദോഷപ്പയിലുണ്ടല്ലേ. അതിപ്പോ അങ്ങനത്തെ വേറെന്തെല്ലാണ്ട് ഇപ്പൊ നമ്മള് പൈസ വെറുതെ കളയുന്ന പരിപാടി എന്തെല്ലാണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ തന്നെ ഇപ്പൊ ഒരു ഭക്ഷണം വിശപ്പടങ്ങാനുള്ള ഭക്ഷണം കഴിച്ചാൽ പോരെ. അതിക്ക് പലതരം വിഭവങ്ങൾ ഒക്കെ അങ്ങനെ തന്നെയല്ലേ. അത് വീട്, അത്യാവശ്യത്തിന് വീട് പോരാ, അതിനേക്കാൾ അപ്പുറം വീട്. അത്യാവശ്യം വസ്ത്രം പോരാ, അതിനേക്കാൾ അപ്പുറം വസ്ത്രം. അപ്പൊ അതൊക്കെ പൈസ അനാവശ്യമായി ചെലവഴിക്കൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ സിഗരറ്റ് വലിയ അതിലുണ്ട് പൈസ അനാവശ്യമായി ചെലവഴിക്കാനുള്ള വിഷയമുണ്ട്. ഇത് പറയുന്നത് കൊണ്ട് ആരും ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാന്ന് ആരും മനസ്സിലാക്കരുത്. അത് ന്യായീകരിക്കല്ല. ഞാൻ സിഗരറ്റ് വലിക്കലൊന്നുമില്ല. എനിക്ക് അൽഹംദുലില്ലാ ഇപ്പൊ അങ്ങനത്തെ യാതൊരു ഒന്നുമില്ല. സിഗരറ്റ് വലി അതല്ലെങ്കിൽ വേറൊരു പിന്നെന്താണ് വെറ്റില ഇതൊക്കെ മുറുക്കല്, അതല്ലെങ്കിൽ എന്താണ് പുകലന്റെ പൊടി ഉണ്ടല്ലോ അങ്ങനെ വലിക്കുക, അങ്ങനത്തെ യാതൊരു ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് പറയില്ലാന്ന്. സംഭവം അതാണ്. അത് അനാവശ്യമായി പൈസ കളയുക എന്നൊരു വിഷയത്തിലുണ്ട്. അത് പാടില്ലാത്ത വിഷയമാണ്. പിന്നെ ആരോഗ്യത്തിന് ഹാനികരം അല്ലെ, അതും അത്ര ഉറപ്പിക്കാൻ പറ്റുന്ന വിഷയമൊന്നുമില്ല. ആരോഗ്യം സിഗരറ്റ് വലിച്ചാല് ഇന്ന രോഗം ഉണ്ടാവുന്നപ്പോ അങ്ങനെ പലതും ഉണ്ട്. പോയി മൊബൈൽ ഉപയോഗിച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് സാധാരണ അല്ലെ. മൊബൈൽ പിന്നെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് അങ്ങനെ ഉണ്ടാവും. പിന്നെ അങ്ങനെ പലതരം അങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ പല ഭക്ഷണ സാധനങ്ങളിലും ഉണ്ട്. ഓയിലൊക്കെ ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും. പപ്പടം പൊരിച്ച് തിന്നാല് ഉണ്ടല്ലോ. അങ്ങനെ പല ഭക്ഷണ സാധനങ്ങൾക്കുണ്ട്. അങ്ങനെ പല ഭക്ഷണ സാധനങ്ങൾക്കും പല ദോഷങ്ങളുണ്ട്. അതുപോലെ ചില ദോഷങ്ങളൊക്കെ ചിലപ്പോൾ പുകവലിയിലുണ്ടാവാം. പുകവലിച്ചാലാണ് ക്യാൻസർ ഉണ്ടാകുക അങ്ങനെ പറയാം. പുകവലിക്കാത്ത ആൾക്കാർക്ക് എത്ര ക്യാൻസർ ഉണ്ട്, പുകവലിക്കുന്ന പല ആൾക്കാർക്കും ക്യാൻസർ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ശരി, അത് പിന്നെ നമ്മളത് ഹറാമാണ് എന്ന് അങ്ങോട്ട് പറയാൻ പറ്റൂല. ഒന്നാമത് ഈ പല ആളുകളും പുകവലിച്ചിരുന്നു. പൂർവികരാണ് നമ്മുടെ പല ഉലമാക്കൾ തന്നെ, വലിയ വലിയ ഉലമാക്കള്, വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളുകൾ തന്നെ പല ആളുകളും പുകവലിച്ചിരുന്നു. ഇപ്പൊക്കെ പൊതുവെ പുകവലി കുറവാണല്ലേ. ചുരുട്ടൊക്കെ അതിനേക്കാൾ അപ്പുറം അപകടമാണ് അല്ലെ, അതിനേക്കാൾ അപകടം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളൊക്കെ അതൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അത് ഹറാമാണെന്ന് പറയാൻ പറ്റുകയില്ല. ഒരു കറാഹത്ത് പോലും ചെയ്യുകയില്ല എന്ന് വളരെ കണിശത പുലർത്തിയിരുന്ന ആളുകള് പുകവലിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഹറാമാണെന്നും പറയാൻ പറ്റുകയില്ല. പിന്നെ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിലും ഉണ്ട്. ആരോഗ്യത്തിന് പറ്റാത്ത പലതും ഉണ്ട്. പപ്പടം പൊരിച്ചാലും മീൻ പൊരിച്ച കൂട്ടിയാലും അല്ലെ, അങ്ങനെ ഓരോന്നിലും ഉണ്ട് അങ്ങനത്തെ പല തകരാറുകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അങ്ങനെ അത് ഹറാമെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സിഗരറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും സൂക്ഷ്മം നല്ലത് അതൊക്കെ ഒഴിവാക്കൽ തന്നെയാണ് അല്ലേ, നല്ലതൊക്കെ ഒഴിവാക്കൽ തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് അത് തെറ്റാണ്, അതിൽ ജോലി ചെയ്യൽ തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. ദുആ വസിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ അല്ലാഹുവിന്റെ മഹളായ ഫള് കൊണ്ട്. സമസ്ത ചീഫ് ഖാരി പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഞ്ചേരി പട്ടർക്കുളം അതീവ ഗുരുതരാവസ്ഥയിലാണ്. ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകട്ടെ. അദ്ദേഹം എന്റെ ഉസ്താദാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു പള്ളിയിൽ ഓതിയിരുന്നു. ഒന്നിച്ച് ഞാൻ ചെറിയ കുട്ടിയാണെന്ന്. അദ്ദേഹം വലിയ കിതാബ് ഓതുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഞാൻ കുറച്ച് ഓതിയിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഉസ്താദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ശിഫി ശിഫാഅൻ തഅമ്മൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അല്ലാഹു അവന്റെ മഹളായ ഫള് കൊണ്ട് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോട് കൂടുതൽ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ദാറുൽ ഹുദയിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരാളുടെ അടുക്കൽ കച്ചവടത്തിന്റെ സക്കാത്തിന്റെ പണം കയ്യിൽ ഉണ്ട്. ആ പണം അയാൾ ഒരു യതീം പെൺകുട്ടിയുടെ കല്യാണ ചിലവിനും അവൾക്ക് ഗോൾഡ് വാങ്ങിക്കുവാനും
വേണ്ടിയും ഉപയോഗിച്ചു എങ്കിൽ അയാളുടെ സക്കാത്ത് വീടുമോ? അയാളുടെ സക്കാത്ത് വീടൂല. അത് സക്കാത്ത് നിങ്ങൾ അതുകൊണ്ടൊരു കാര്യം ഉദ്ദേശിച്ച് വാങ്ങിക്കൊടുത്താലും ശരിയാവുകയില്ല എന്നർത്ഥം. 2, നിസ്കരിക്കാത്ത മുസ്ലിമിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും. സക്കാത്തിന്റെ അവകാശപ്പെട്ട ആ 8 വിഭാഗമുണ്ടല്ലോ, അവരായാലും മതി. അവരൊക്കെ സ്വാലിഹ്യങ്ങളാവണം എന്ന നിബന്ധനയൊന്നുമില്ല. സക്കാത്തിന്റെ 8 അവകാശികളുണ്ടല്ലോ, ഫഖീർ, മിസ്കീന്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ആ അവകാശികൾപ്പെട്ടവരായാലും മതി. അതല്ലാതെ അവരൊക്കെ നിസ്കരിക്കുന്നവരും നോമ്പ് നോൽക്കുന്നവരും അങ്ങനെയുള്ള എല്ലാം ദീനിയായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിർവഹിക്കുന്നവരാണ് ആവണം എന്ന നിബന്ധന ഇല്ലാന്ന്. ഇരുലോക വിജയത്തിന് വേണ്ടിയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷയോട് കൂടെ അള്ളാഹു സുബ്ഹാനഹു 2 ലോകത്ത് നമ്മൾ എല്ലാവരെയും വിജയിപ്പിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുജാഹിദ് AP എന്താണ് ഫിഖ് മസല എന്നല്ലപ്പോ, എന്താണ് സംഭവം? മുജാഹിദ് AP-ന്റെ 3 ഖത്തം ദുആ ഉണ്ടോ ചേളായി ഓഫീസിൽ? അത് ശരി. എന്റെ കുട്ടികളെ, വൈസ് പ്രസിഡന്റ് സമ്മതം തന്നതല്ലേ? ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓഫീസ് മതി, ചേളാരി ഓഫീസ് മുജാഹിദ്. അത് നല്ലതേ. ആ കുവൈത്ത് കരാറിൽപ്പെട്ട 17 കരാറിൽ ഒരു ഒന്നാണ് ഏത്? ഏതൊരു വിഭാഗവും പിന്നെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മറുവിഭാഗത്തെ ക്ഷണിക്കുകയും അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുകയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് കുവൈത്ത് കരാറിൽ 17 കരാറിൽപ്പെട്ട ഒരു കരാറാണ് അല്ലേ? ഏതൊരു വിഭാഗവും സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നടത്തുമ്പോൾ മറുവിഭാഗത്തെ ക്ഷണിക്കുകയും അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുകയും പരസ്പരം അങ്ങുമിങ്ങും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് കുവൈത്ത് കരാറിലെടുത്ത ഒരു കരാറാണ്. അത് എന്താണ് സഹോദരന്മാർ, നിങ്ങൾക്ക് അതൊന്നും ഇത്തരം ആരോപണങ്ങൾ നിങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. 17 കരാറിൽ ഒപ്പിട്ടവരാണ്. 17 അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ തന്നെ മാറ്റുന്ന രീതിയിലുള്ള കരാറുകളാണ്. അതിൽ ഒപ്പിടുക മാത്രമല്ല, ആ ഒപ്പിട്ടതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നുകൊടുത്ത മഹാനും കൂടിയാണ് അല്ലേ? അപ്പോ അതൊക്കെ പോട്ടെ. അപ്പൊ അത്തരം ആരോപണങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോഴേ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ യോഗത്തിൽ പ്രസംഗിക്കുകയും
ഞാൻ വരുന്നവരേക്കും സുന്നി വോയിസിൽ ജമാഅത്തുകാർക്കെതിൽ ലേഖനം എഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി വോയിസിലേക്ക് കത്ത് ആക്കുകയും ചെയ്തതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് പനിഷ്മെന്റ് കിട്ടിയ മനുഷ്യനാണിത്. അതറിയില്ല എനിക്ക് അല്ലേ? ഖത്തറിൽ പോയി ജമാഅത്ത് ഇസ്ലാമിന്റെ യോഗത്തിൽ സംബന്ധിച്ചു, പ്രസംഗിച്ചു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തികച്ചും ശാഖാപരം മാത്രമാണ്, അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാന്ന് പ്രസംഗിച്ചത്. ഞാൻ വരുന്നതുവരേക്കും ജമാഅത്തുകാരെ ആക്ഷേപിച്ചുകൊണ്ട് സുന്നി വോയിസിൽ ലേഖനമൊന്നും ഉണ്ടാവരുത്, വാർത്തൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി വോയിസിലേക്ക് കത്തയക്കുകയും ചെയ്തതിന്റെ പേരിൽ സമസ്ത മുഷാവറ ശിക്ഷിച്ച വ്യക്തിയാണത്. അയാൾക്ക് പനിഷ്മെന്റ് കൊടുക്കുന്നത് അദ്ദേഹത്തെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അത് കാരണം നീക്കം ചെയ്തു. അപ്പൊ അതൊക്കെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ആണ് അറിയിക്കാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ കൂടി പ്രസിഡന്റാണ്, സമസ്തന്റെ മാത്രമല്ലേ, മുസ്ലിം ലീഗിന്റെ കൂടി പ്രസിഡന്റാണ്. ഇനി അതുകൊണ്ടൊന്നും വിരോധമില്ലേനും, അതുകൊണ്ടൊന്നും വിരോധം ഇല്ലതാനും. ബഹുമാനപ്പെട്ട ഹാഫിള് അബുൽ ഹജ്ജാജ് അൽ മുസ്സി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാമുന സുബിക്കി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉസ്താദാണ്. സുബിക്കി ഇമാമിന്റെ ഉസ്താദാണ് ഹാഫിള് അബുൽ ഹജ്ജാജ് അൽ മുസ്സി. അദ്ദേഹത്തെ കുറിച്ച് സുബിക്കി ഇമാം പറഞ്ഞത് അദ്ദേഹം ഹാഫിളു സമാനാണെന്ന്. ഈ കാലത്ത് ഈ സമാന്റെ ഹാഫിളാണ് അദ്ദേഹം. അദ്ദേഹം ഹാമിലു റായത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാ പറഞ്ഞത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പതാകവാഹകൻ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട സുബിക്കി ഇമാം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള ഹാഫിള് മഹാനവർകൾ ഇബ്നു തൈമിയ്യ മരിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അൽ ബിദായ നിഹായയിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നെന്താണ്? അപ്പൊ അതിനേക്കാൾ അപ്പുറം എല്ലാ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തത്. പിന്നെന്താണ്? എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, ഒരാൾ ളുഹ്ർ ബാങ്ക്, അതിന്റെ ഇടയിൽ ഒരു സംവാദ വ്യവസ്ഥ ചർച്ച ഉണ്ടായിരുന്നില്ലേ? ഇതുവരെയൊക്കെ ഇന്നിപ്പോ എത്രാം തീയതിയാണ്? 30-ാം തീയതിന് മുമ്പായിട്ട് വിവരം കൊടുക്കണം എന്ന് പറഞ്ഞു. 30-ാം തീയതി ഇപ്പൊ എത്രാം തീയതി? ഇന്ന് 5-ാം തീയതിയിലെ. അതിനെ കുറിച്ച് എല്ലാ വിവരം ഉണ്ടാ? വളവിട്ട് ഒരു സംവാദ വ്യവസ്ഥ ചർച്ച വിഷയമൊക്കെ തയ്യാറായിട്ടുണ്ട് അല്ലേ? വിഷയമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 30-ാം തീയതിന് മുമ്പായിട്ട് വിവരം തരാന്നാ പറഞ്ഞത്. ആ വിവരം കിട്ടിയാവോ? അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിക്കാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. 15 എന്ന് പറഞ്ഞു, ഇപ്പോൾ അതും വല്ലാത്തൊരു അതിശയല്ലേ? 15-ാം തീയതി പഠിപ്പോ പോയിട്ടില്ല, 15-ാം തീയതി പറ്റില്ല എന്നാ പറഞ്ഞിരിക്കണത്. ആയിക്കോട്ടെ. ഉസ്താദെ, ഒരാൾ ളുഹ്ർ ബാങ്ക് ഒന്നിലധികം പള്ളികളിൽ നിന്ന് മിനിറ്റുകളുടെ ഇടവേളകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അയാളാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുമാണ്. എങ്കിൽ അയാൾ ജോലി നിർത്തി എല്ലാ പള്ളികളിലെ ബാങ്കിനും ഇജാബത്ത് നൽകേണ്ടതുണ്ടോ? അതല്ല, ഒന്നിന് ഇജാബത്ത് നൽകി മറ്റ് പള്ളികളെ ബാങ്കിന്റെ സമയത്ത് മിണ്ടാതിരിക്കേണ്ടതുണ്ടോ? ദുആ വസിയത്തോടുകൂടെ. ബാങ്ക് കേൾക്കുമ്പോൾ മൗനം ദീക്ഷിക്കൽ സുന്നത്താണ്. അത്രേ ഉള്ളൂ. അങ്ങനെ അതാണ്. ബാങ്ക് കൊടുക്കുമ്പോഴേ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താണ്. പിന്നെ ബാങ്കിന് ഉത്തരം നൽകലും സുന്നത്താണ്. ബാങ്കിന്റെ അൽഫാദുകൾ, അതിന്റെ ലഫ്ലുകൾ വേർതിരിച്ചറിയുന്ന രീതിയിൽ ബാങ്ക് കേൾക്കുന്നു. എവിടുന്നൊക്കെ ബാങ്ക് കേൾക്കുന്നുവോ അതിനൊക്കെ ഉത്തരം നൽകൽ സുന്നത്താണ്. അതിനൊക്കെ കൂലിട്ടും, ഉത്തരം നൽകിയതിനൊക്കെ കൂലിട്ടും. അപ്പോ എവിടുന്നൊക്കെയാണോ ബാങ്ക് കേൾക്കുന്നത് ആ ബാങ്കിന്റെ ലഫ്ലുകൾ വേർതിരിച്ചറിയുന്നു എങ്കിൽ അതിനൊക്കെ ഉത്തരം നൽകൽ സുന്നത്താണ്. ഉത്തരം നൽകിയിട്ടില്ലെങ്കിലോ വേറെ കുറ്റമൊന്നുമില്ല, സുന്നത്തിന്റെ കൂലിയിട്ടില്ല. ഉത്തരം നൽകിയ സുന്നത്തിന്റെ കൂലിയിട്ടില്ല. പിന്നെ സംസാരിച്ചാലോ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. സംസാരിച്ചാല് ആ സംസാരിക്കാതിരിക്കുന്നതിന്റെ കൂലിയും കിട്ടൂല, അല്ലാതെ വേറെ വിഷയമൊന്നുമല്ല.
ദുആ വസിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഉസ്താദെ, പള്ളിയിൽ ഇമാമായി മാത്രം ജോലി ചെയ്യുന്ന, അതായത് പള്ളിയിലെ വേറെ ഒരു ജോലിയും അയാൾ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് സാലറി വാങ്ങിക്കാൻ പറ്റുമോ? പറ്റുമോ? എല്ലാ ദുആകളിലും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷയോടെ. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പള്ളിയിലെ ഇമാമിന്റെ ജോലി മാത്രമാണ് അയാൾക്ക് പിന്നെ അത് നിസ്കരിക്കുന്നതിനുള്ള പിന്നെ ശമ്പളമല്ല, നിസ്കരിക്കുന്നതിനുള്ളതല്ല. പിന്നെ അയാൾ ആ പള്ളിയിൽ തന്നെ ആൾ നിസ്കരിക്കണേ, അയാൾ ഇമാം നിൽക്കും വേണം, ആ പള്ളിയിൽ തന്നെ നിസ്കരിക്കും വേണം. അതിനു വേണ്ടിയുള്ള ആ പള്ളിയിലെ ജമാഅത്ത് നടക്കാൻ വേണ്ടിയുള്ള ശമ്പളമാണ് അയാൾ വാങ്ങുന്നത്. നേരെ മറിച്ച് അയാൾക്ക് ആ ജോലി ഇല്ലെങ്കിലോ അയാൾക്ക് ആ പള്ളിയിൽ പോവാം, അടുത്ത പള്ളിയിൽ പോവാം, അതിന്റെ മുമ്പ് അടുത്ത പള്ളിയിൽ പോവാം. അങ്ങനെ അയാൾക്ക് ഓരോ വക്തിലും വേറെ വേറെ പള്ളികളിൽ പോയിട്ട് അവിടൊക്കെ നിസ്കരിക്കാം. ഇതിപ്പോ അയാൾക്ക് പറ്റൂല, അയാൾക്ക് ഈ പള്ളി മാത്രം നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പള്ളിയുടെ ജമാഅത്ത് കൃത്യമായി നടക്കാൻ വേണ്ടി അയാൾ അവിടെ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം അയാൾക്ക് ലഭിക്കുന്ന ശമ്പളമാണ്, അതല്ല നിസ്കരിക്കുന്നതിന്റെ കൂലി അല്ല. അതുകൊണ്ട് അത് വിരോധം ഉള്ള കാര്യവുമല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഉംറക്ക് ഇഹ്റാം ചെയ്താൽ തുന്നിയ ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഉപയോഗിക്കാം. നമ്മുടെ ഇലാഹിലൊക്കെ തന്നെ ഉണ്ട്. അത് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല അല്ലെ? പക്ഷെ അതേ സമയത്ത് അരപ്പട്ട അതുപോലത്തെ പൈസ സൂക്ഷിക്കാനുള്ള സഞ്ചി അതൊക്കെ ഉപയോഗിക്കാം. തുണി അഴിഞ്ഞ് ചാടാതിരിക്കാനുള്ള അരപ്പട്ട ഉണ്ടല്ലോ, ആ അരപ്പട്ട തുന്നപ്പെട്ടതാണ് ശരി. ഈ പിന്നെ അരമാല് പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, പൈസ സൂക്ഷിക്കാനൊക്കെ ഉള്ള, അതൊക്കെ ഉപയോഗിക്കാം. പണം സൂക്ഷിക്കാനുള്ള സഞ്ചി, അരപ്പട്ട പോലത്തൊക്കെ ഉപയോഗിക്കാം എന്ന് ഇലാഹി പോലെയുള്ള കിതാബുകളിലൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് വിരോധമില്ല. ഉസ്താദെ, മുടി കറുപ്പിക്കുന്നതിന്റെ ഹുക്ം എന്താണ്? മുടി കറുപ്പിക്കൽ യുദ്ധാവശ്യത്തിനാണെങ്കിൽ അത് അനുവദനീയമാണ്, അല്ലെങ്കിൽ ഹറാമാണ്. സ്ത്രീയായിട്ട് ആവട്ടെ പുരുഷനാവട്ടെ മുടി കറുപ്പിക്കൽ ഹറാമാണ്. എന്തിന് അനുവദിക്കപ്പെടും? യുദ്ധാവശ്യത്തിന്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കളാണ്, അവരുടെ പിന്നെ മുടി നരച്ചിട്ടുണ്ട്. അപ്പോ ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി മുടി കറുപ്പിക്കുക, അതുകൊണ്ട് വിരോധമില്ല. അതാണ് നമ്മുടെ മദ്ഹബ്. വേറെ ചില മദ്ഹബിൽ അങ്ങനല്ല. വേറെ ചില മദ്ഹബില് പിന്നെ വഞ്ചന ഉണ്ടെങ്കിൽ എന്നാലേ ഹറാമുള്ളൂ, അതല്ലെങ്കിൽ ഹറാമില്ല, കറാഹത്താണ് എന്നാണ്. മറ്റു മദ്ഹബുകളിലൊക്കെ അങ്ങനെയാണ്. വഞ്ചന എന്ന് പറഞ്ഞാല് പിന്നെ ഒരു യുവതിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു വയസ്സെത്തി എന്ത് ചെയ്യുക? മുടി കറുപ്പിക്കുക. അവളെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്, അപ്പൊ അവളെ ആലോചന വന്ന വിവാഹാലോചന നടത്തുന്ന ആ പുരുഷനുണ്ടല്ലോ, ആ പുരുഷൻ ഇവള് യുവതിയാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാ? മുടി കറുപ്പിക്കുക. അതല്ലെങ്കിൽ ഇവന് വേറെ പുതിയ പെണ്ണെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തന്തയാണ് ആള് വയസ്സനാണ്, താടിമുടിയൊക്കെ നരച്ചിക്കണ്. അയാളിപ്പോ ഒരു പെണ്ണൊക്കെ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവളെ വഞ്ചിക്കാന് അല്ലെ, ഇയാളൊരു യുവാവാണ്, വയസ്സൊന്നും ആയിട്ടില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മുടി കറുപ്പിക്കുക, അത് അവളെ വഞ്ചിക്കാനല്ലോ. അപ്പൊ അങ്ങനെ വഞ്ചന ഉണ്ടെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ ഹറാമില്ല, കറാഹത്താണ് എന്നാണ് മറ്റു മദ്ഹബുകൾ. എന്നാൽ നമ്മുടെ മദ്ഹബ് അങ്ങനെയല്ല. നമ്മുടെ മദ്ഹബ് അത് ഹറാമ് തന്നെയാണ്, യുദ്ധാവശ്യത്തിന് മാത്രമേ അനുവദിക്കപ്പെടൂ എന്നാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സഹ്വിന്റെ സുജൂദ് മറന്നു പോയാൽ നിസ്കാരം ശരിയാകുമോ? ശരിയാകും. സഹ്വിന്റെ സുജൂദ് നിർബന്ധമല്ല, സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. സഹ്വിന്റെ സുജൂദിന്റെ ഹുക്മ് അത് സുന്നത്താണ്, അത് നിർബന്ധമല്ല. അത് സഹ്വിന്റെ സുജൂദ്. അപ്പൊ ഒരാൾ മറന്നു, സഹ്വിന്റെ സുജൂദും ചെയ്തില്ല എന്നൊക്കെ, എന്നാലും നിസ്കാരം സഹിയാകും. നമ്മുടെ ക്ലാസ് റൂമിൽ ഉള്ള അഹമ്മദ് കങ്കോൽ സാഹിബിന് അശ്രദ്ധ മൂലം 3600 റിയാൽ നഷ്ടപ്പെട്ടു. തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മറ്റ് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സംഖ്യ അദ്ദേഹത്തിന് തിരിച്ചു നൽകട്ടെ.
ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആ നഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശരീരത്തെ സ്വയം നഷ്ടത്തിൽ നിന്നും തടയൽ അത് നിർബന്ധമാണ്. ശരീരം വെറുതെ നശിപ്പിക്കാൻ പാടില്ല. ലാ തുൽഖൂ അയ്ദീകും ഇലാ തഹ്ലുക്കാനാണല്ലോ. ശരീരം സ്വയം നശിപ്പിക്കാൻ പാടില്ല. ഒരാളൊരു കാര്യം ചെയ്തു, ആ ചെയ്യുന്നത് മൂലം അയാളുടെ ശരീരം നഷ്ടപ്പെടുമെന്ന് അയാൾക്ക് തോന്നലുണ്ട് എന്നൊക്കെ, എന്താ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ഇത് പുകവലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കണമെങ്കിൽ അതുകൊണ്ട് ശരീരം നശിക്കുന്ന കാര്യങ്ങൾ പറയാനും പറ്റൂല എന്നായി പറഞ്ഞത്. പുകവലിച്ചോണ്ടേ പുകവലിക്കുന്നത് മൂലം അങ്ങനെ ശരീരം നശിക്കുന്ന വേറെയും പല വിഷയങ്ങൾ ഉണ്ടാവുമല്ലേ. ഞാൻ അതല്ല, അതുകൊണ്ട് അത് ക്യാൻസർ പോലെയുള്ള രോഗം പുകവലിക്കാത്ത എത്ര ആളുകൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗം ഉണ്ടായിട്ടുണ്ട്. എത്ര പുകവലിക്കുന്നവർക്ക് ക്യാൻസർ രോഗം ഇല്ലാത്തവരുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതേസമയത്ത് ഒരു കാര്യം ഒരാൾ ചെയ്യാണ്, അത് കാരണം അയാളുടെ ശരീരം നശിക്കുമെന്ന് അയാൾക്ക് ഉറപ്പാണ്, എന്നാൽ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മഗ്രിബിന് മുമ്പ് മഴ പെയ്തു. മഗ്രിബിന് നിസ്കരിക്കുമ്പോൾ മഴ ഇല്ല. നിസ്കാര ശേഷം സുന്നത്തും നിസ്കരിച്ചെഴുന്നേറ്റ ശേഷം മഴ തുടങ്ങി. പിന്നെ ഇശാ നിസ്കാരം ജംഉം ആക്കാമോ? അങ്ങനെ ആണെങ്കിൽ മഗ്രിബിന്റെ അവസാനം നിയ്യത്ത്. അങ്ങനല്ല, മഗ്രിബിന്റെ ആദ്യത്തെ നിസ്കാരം തുടങ്ങുന്ന അവസരത്തിലും അത് അവസാനിക്കുന്ന സമയത്തും മഴ വേണം. അങ്ങനെ മഗ്രിബ് നിസ്കാരം മഗ്രിബ് ഇശായും കൂടി ജമ്മാക്കാണ്. മഴയ്ക്ക് വേണ്ടിയിട്ട് മഴ കാരണം ജമ്മാക്കാണ്. അപ്പൊ എന്ത് വേണം? മഗ്രിബ് നിസ്കാരം തുടങ്ങുന്ന സമയത്തും മഗ്രിബ് നിസ്കാരം സലാം വിട്ടുന്ന സമയത്തും മഴ വേണം. ആ മഗ്രിബ് നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഉണ്ട്, മഴ ഉണ്ട്. പിന്നെ മഗ്രിബ് നിസ്കാരം അവസാനിക്കുന്ന നേരത്ത് മഴ ഉണ്ട്. പിന്നെ എന്തുണ്ട്? മഴ ഉണ്ട് നിൽക്കുക. എന്നാ അപ്പോൾ കരുതുക ഞാനിപ്പോ ഇശയും കൂടിയും ജമ്മാക്ക് നിസ്കരിക്കുകയാണ് എന്ന്. അങ്ങനെ ഇശാസ്കാരം തുടങ്ങുന്ന സമയത്തും മഴ ഉണ്ട്. എന്നാലാണ് ജമാഅത്ത് നിസ്കരിക്കാവുന്നതാണ്. സാധാരണ പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞത്. സാധാരണ അയാള് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ്. അങ്ങനെ അയാള് എന്ത് ചെയ്തു? അയാൾക്ക് ജമാഅക്കാം. വസ്ത്രം നനയുന്ന രീതിയിലുള്ള മഴ ഉണ്ട് എങ്കിൽ, വസ്ത്രമൊക്കെ നനയുന്ന രീതിയിലുള്ള മഴ ഉണ്ട്. അപ്പോ അയാള് ആദ്യത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്തും അതിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത് മഴ ഉണ്ട് എങ്കിൽ, അതിനുശേഷമുള്ള നിസ്കാരം ളുഹുർ അസ്റും കൂടിയാണെങ്കിൽ ഇപ്പൊ ളുഹുർ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, അപ്പൊ മഴ ഉണ്ട്. ളുഹുറിന് സലാം വിട്ടാൻ നേരത്തും മഴ ഉണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാ? അത് കഴിഞ്ഞ ഉടനെ തന്നെ അസറും ജമാഅക്ക് നിസ്കരിക്കാം. പിന്നെ അസർക്ക് പിന്നെ പള്ളിയിൽ പോകണ്ടാന്ന്, പിന്നെ അസർ പിന്നെ നിസ്കരിക്കും വേണ്ട. അതുപോലെ തന്നെ മഗ്രിബ് ഇശായും കൂടിയാണ്, അതും അങ്ങനെ തന്നെയാണ്. മഴക്ക് വേണ്ടി ജമാഅക്ക് മുന്തിച്ച് ജമാഅക്കലേ പറ്റുള്ളൂ, പിന്തിച്ച് ജമാക്കാൻ പറ്റൂല. ളുഹുറും അസറും കൊണ്ട് ളുഹുറിന്റെ സമയത്ത് നിസ്കരിക്കുക, മഗ്രിബ് ഇശായും കൊണ്ട് മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുക. അതിന്റെ നിബന്ധന ഇതാണ്: ആദ്യത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്തും അതിൽ നിന്ന് ഒഴിവാകുന്ന സമയത്തും മഴ വേണം. രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോഴും മഴ വേണം. അങ്ങനെയാണ് ജമാക്കാവുന്നതാണ്. അപ്പോ പിന്നെന്താണ്, ഇനി കുറേ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചെടുക്കാനാണേ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഞാനിനി ഇന്ന് വായിക്കട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതിൽ സംഭവിച്ചു പോയ പോരായ്മകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചുകൊണ്ട് ഇതിന്റെ പൂർണ്ണ സവാബ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ആഖിറത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.